ഗൈസ്, ഞാൻ വേദിക ഫ്രം ഇതൾ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാരനെയാണ്. അപ്പോൾ ആരാ വിരുന്നുകാരനല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ആ വിരുന്നുകാരൻ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ അവനെ ഞങ്ങൾ കണ്ണെന്ന് വിളിക്കുക. അവൻ്റെ പേര് ധ്യാൻദേവ് എന്നാണ്. പേരും നന്നായിട്ട് പാട്ട് പാടുന്നത് കൊണ്ട് പേരെയും പാട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുഴുവൻ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോൻ എന്ന പാട്ട് നമ്മൾക്ക് കണ്ണനെ കൊണ്ടൊന്ന് പാടിപ്പിച്ചാലോ? അപ്പോൾ കണ്ണ ആ പാട്ടൊന്ന് പാടാം അല്ലേ? പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീയണുണ്ടേ പുതുമഴ വീയണുണ്ടേ അങ്ങാകലെ പുതുമഴ വീയണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ നാളും മരണുണ്ടേ വിണ്ടാമൺ തരി വരിയെടു കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം. അപ്പൊ കണ്ണൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെരിയോനെ പാടി തന്നിട്ടുണ്ട് അല്ലേ? കണ്ണൻ്റെ സ്കൂളിൽ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കണ്ണൻ അവിടെയുള്ള എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൻ പാടുന്ന പാട്ട് ഞങ്ങൾക്കും ഇഷ്ടമാണ്, മിസ്മാർക്കും ഇഷ്ടമാണ്. പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിൾ ഓടിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് സൈക്കിളാണ്. അതിൽ കാറ്റില്ലാത്തത് കാരണം ഈവൻ ആ സൈക്കിളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കുത്തണുണ്ട്. അപ്പം നമുക്ക് കാണാം. പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം പെരിയോനെ. ഇത് ഏട്ടൻ്റെ ചൂണ്ടയാണ്. ഇത് ഞങ്ങളിപ്പോൾ ഒരു അമ്പും വില്ലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ വല്യച്ഛനെയാണ്. അപ്പം എൻ്റെ വല്യച്ഛൻ നല്ലൊരു ഗായകൻ തന്നെയാണ്. ഒരുപാട് സ്റ്റേജ് ഷോക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പാടിയാലോ? ഏത് പാട്ടാ പറയുന്നത്? ഒരു പാട്ടും അറിയില്ലേ? ഞാൻ പാടുന്ന പോലെ പാടുമോ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി.